ഓക്കെ, അപ്പൊ അവസാനമായിട്ട് നമ്മൾ നൈട്രജൻ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഓക്സിജൻ എന്ന് പറയുന്ന നോൺ മെറ്റലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ആണ് ഹൈഡ്രജൻ. ഓക്കെ, ഇനി നൈട്രജന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മളുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആളാണ് നൈട്രജൻ ആണല്ലോ. യെസ്. ഇനി ഓക്സിജൻ എന്ന് പറയുന്നത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ്. എന്താണ് ഭൂവൽക്കം? നമ്മളുടെ ഭൂമിയുടെ പാളികളിൽ ഏറ്റവും മുകളിലെ പാളിനെയാണ് നമ്മൾ ഭൂവൽക്കം എന്ന് പറയാ. അറിയാലോ? യെസ്. അപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് അല്ലെങ്കിൽ മൂലകമാണ് നമ്മളുടെ സ്വന്തം ഓക്സിജൻ. ഓക്കെ, ദെൻ ഓക്സിജൻ ഡയാറ്റോമിക് മോളിക്യൂൾ അല്ലെങ്കിൽ ദ്വയാറ്റോമിക തന്മാത്രയാണ്. ആൻഡ് ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകമാണ് പ്രാണവായു എന്നറിയപ്പെടുന്ന നമ്മളുടെ ഓക്സിജൻ. ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രാണവായു ആണ് അല്ലെ. ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള എലമെന്റ് ആണ് അല്ലെങ്കിൽ വാതകമാണ് നമ്മളുടെ സ്വന്തം ഓക്സിജൻ. ഓക്കെ, ദെൻ അന്തരീക്ഷ വായു, ജലം, ധാതുക്കൾ, ജീവജാലങ്ങൾ എന്നിവയിലെല്ലാം ഓക്സിജൻ സ്വതന്ത്രാവസ്ഥയിലോ സംയുക്താവസ്ഥയിലോ കാണപ്പെടുന്നു. ഓക്കെ, ജീവവായുവിൽ, ജലം, ധാതുക്കൾ എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? ഈ പറഞ്ഞ എല്ലാ വസ്തുക്കളിലും നമുക്ക് ഓക്സിജനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പരീക്ഷണശാലയിൽ എങ്ങനെയാണ് ഓക്സിജനെ നിർമ്മിക്കുന്നത് എന്നതാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കാണ്? KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുകയാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. അതിലെ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ബോയിലിംഗ് ട്യൂബിൽ എടുത്തിട്ട് നമ്മൾ അതിനെ കത്തിക്കണം, ചൂടാക്കണം, കത്തിക്കലോടെ ചൂടാക്കാണ്. അടിയിൽ തീ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കാണ് കേട്ടോ. ചൂടാക്കുന്ന സമയത്ത് അപ്പൊ അതിന് പുറത്തേക്ക് ഒരു വാതകം വരുന്നുണ്ട്. ആ വാതകം ഏതാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ബോയിലിംഗ് ട്യൂബിലേക്ക് എരിയുന്ന തീപ്പെട്ടിക്കൊള്ളി കടത്തിവിടുന്നു. അതായത് ഈ ഒരു ബോയിലിംഗ് ട്യൂബിന്റെ നടുവിലായിട്ട് അല്ലെങ്കിൽ വായുഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എരിയുന്ന തീപ്പെട്ടിക്കൊള്ളി, ഓക്കെ, എരിയുന്ന ചെറുതായിട്ട് കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി നമ്മൾ വെക്കുകയാണ്. അതിന് വെക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ തീപ്പെട്ടിക്കൊള്ളി ആളിക്കത്തുന്നതായിട്ട് കാണാൻ പറ്റും. ചെറുതായിട്ട് കത്തുന്നുണ്ടായിരുന്നുള്ളൂ. തീപ്പെട്ടിക്കൊള്ളി എന്ത് ചെയ്യും? ഈ ടെസ്റ്റ് ട്യൂബിന്റെ KMnO4 ചൂടാക്കുന്ന ബോയിലിംഗ് ട്യൂബിന്റെ വായുഭാഗത്ത് വെക്കുന്ന സമയത്ത് ഈ മാച്ച് സ്റ്റിക്ക് അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി ആളിക്കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏതായിരിക്കും അവിടെ വന്നിട്ടുള്ള വാതകം? യെസ്, ഓക്സിജൻ ആയിരിക്കും. കാരണം നമുക്കറിയാം ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ആണോ? യെസ്, ഓക്സിജൻ ആണ് ഈ KMnO4നെ ചൂടാക്കുന്ന സമയത്ത് പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ടാണ് തീപ്പെട്ടിക്കൊള്ളി ആളിക്കത്താനുള്ള കാരണം ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 2KMnO4 അതിനെ നമ്മൾ ചൂടാക്കാണ്, താപം കൊടുക്കുകയാണ്. അത് K2MnO4 പ്ലസ് MnO2 പ്ലസ് O2 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഓക്സിജനെ കിട്ടി. പരീക്ഷണശാലയിൽ KMnO4നെ വിഘടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ചൂടാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ നിർമ്മിക്കുന്നത്. സെറ്റ് ആണോ? ദെൻ ഇനി നമുക്ക് ഓക്സിജനെ കുറിച്ചിട്ട് നമുക്ക് ഓക്സിജനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിറമുണ്ട് ഓർ ഇല്ല? ഓക്സിജന് നിറം ഉണ്ടോ? ഇല്ല, നമുക്കറിയാവുന്നതാണ് അല്ലെ. ഓക്സിജൻ നിറമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഓക്സിജന് നിറമില്ല. ദെൻ ഗന്ധം, ഓക്സിജന് ഗന്ധവുമില്ല. ദെൻ ജലത്തിലെ ലയത്വം ഓക്സിജൻ ജലത്തിൽ ലയിക്കും. ഓക്കെ, ദെൻ ജ്വലന സ്വഭാവം, കത്തുന്നു അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്നു. ഏതാ? വെരി ഗുഡ്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഓക്കെ, അപ്പൊ പരീക്ഷണശാലയിൽ നമ്മൾ ഓക്സിജനെ ഉണ്ടാക്കുന്നത് KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ വിഘടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അതിന് താപം കൊടുത്തിട്ട് ചൂടാക്കിയിട്ടാണ്. ഓക്കെ, ഇനി വ്യാവസായികമായി ഓക്സിജൻ നിർമ്മിക്കുന്നത് ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. അതായത് ജലത്തെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വിഘടിപ്പിച്ചിട്ട്. അതുപോലെ ഓക്സിജനെ ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? നമ്മളുടെ ജലത്തെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ജലത്തിൽ വിഘടിപ്പിച്ചിട്ടാണ്
ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റുന്നു. അപ്പൊ നമുക്ക് അവിടുന്ന് ഓക്സിജനെ കിട്ടും. സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് ഓക്സിജന്റെ പ്രധാന രാസഗുണങ്ങൾ. ഓക്കെ, ഓക്സിജൻ ലോഹങ്ങളുമായും അലോഹങ്ങളുമായും പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. ഓക്കെ, ഓക്സിജൻ ലോഹമായിട്ടും അലോഹമായിട്ടും പ്രവർത്തിക്കുന്നു, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു, അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. ഓക്സൈഡ്. ഓക്കെ, അപ്പൊ ഇരുമ്പ് തുരുമ്പിക്കുന്നതൊക്കെ എന്താണ്? അയണാണ്, ഇരുമ്പാണ്. ഇരുമ്പിന്റെ ഓക്സൈഡ് ആയിട്ട് മാറാണ്. ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഇരുമ്പ് എന്തായിട്ട് മാറുന്നത്? തുരുമ്പായിട്ട് മാറുന്നത്, തുരുമ്പിടിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് കാർബൺ, ഹൈഡ്രജൻ മുതലായ അലോഹങ്ങളുമായി ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ യഥാക്രമം എന്തൊക്കെ ഉണ്ടാവും? കാർബൺ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? കാർബൺ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നു, എന്തുണ്ടാവും? ഓക്കെ, അപ്പോ കാർബണും ഹൈഡ്രജനും ഓക്സിജനുമായി കൂടി ചേരുമ്പോൾ എന്തുണ്ടാവും? കാർബൺ ഡയോക്സൈഡും, യഥാക്രമം കാർബൺ ഡയോക്സൈഡും അതുപോലെ ജലവും ഉണ്ടാവുന്നു. ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ ജലവും ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. കാർബണും ഓക്സിജനും കൂടി ചേരുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നു. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുമ്പോൾ H2O അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ജലം ഉണ്ടാവുന്നു. ഓക്സിജന്റെ ഉപയോഗങ്ങളാണ്. ഓക്കെ, ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ ഒന്നാമത് ജ്വലന സഹായി. നമുക്കറിയാം കത്താൻ സഹായിക്കുന്നു. അപ്പൊ നമുക്ക് ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ ഒന്ന് എഴുതാം, ജ്വലന സഹായി. ഓക്കെ, കത്താൻ സഹായിക്കുന്നു. രണ്ടാമത്തെ വായിച്ച് ചെയ്തു. യെസ്, വെരി ഗുഡ്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കുന്നു. ഓക്കെ, യെസ്, വെരി ഗുഡ്. കൃത്രിമ ശ്വസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, കാർബജൻ അല്ലെ, കാർബജൻ നമ്മൾ കഴിഞ്ഞ കാർബണിന്റെ ഉപയോഗത്തിൽ, കാർബൺ ഡയോക്സൈഡിന്റെ ഉപയോഗത്തിൽ പഠിച്ചതാണ് അല്ലെ. അവിടെ നമ്മൾ കാർബജൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡിന് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ അതിലേറെ കൂടുതൽ നമ്മളുടെ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. കൃത്രിമ ശ്വസനത്തിന് വേണ്ടിയിട്ട് ഓക്സിജനെ യൂസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഓക്സി അസറ്റിലിൻ ജ്വാല വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നു. വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു തീ ഉണ്ടല്ലോ, ഫ്ലെയിം, അത് ഓക്സി അസറ്റിലിൻ ഫ്ലെയിം, അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഓക്സിജനെ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഓസോൺ? 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന തന്മാത്രയാണ് ഓസോൺ. ഓക്കെ, 3 ഓക്സിജനുകൾ കൂടിയിട്ട് എന്തുണ്ടാവുന്നു? O3 അല്ലെങ്കിൽ ഓസോൺ ഉണ്ടാവുന്നു. ഓക്കെ, ഓക്കെ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ നമ്മളുടെ അന്തരീക്ഷത്തിന് കുറെ ലെയർ ആണ് അല്ലെ. അതിൽ രണ്ടാമത്തെ ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. ഇവിടെയാണ് ഓസോണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇനി ഓസോൺ എന്താണ് നമുക്ക് അറിയണം അല്ലെ. ഓസോൺ ഒരു കുടയാണെന്നൊക്കെ നമുക്കറിയാം, പക്ഷെ ഒരു കുടയൊന്നും അല്ലല്ലോ. അപ്പൊ എന്താണ് ഓസോൺ എന്നുള്ളത് നമുക്കറിയണം. അറിയണ്ടേ? അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? സൂര്യനിൽ നിന്നും നല്ല ഊർജം കൂടിയ, എനർജി കൂടിയ അൾട്രാവയലറ്റ് കിരണങ്ങൾ വരികയാണ്. ഓക്കെ, അത് നമുക്ക് എന്താണ്, നമ്മളുടെ ശരീരത്തിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ, ഭൂമിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കേടാണ് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ഈ സൂര്യനിൽ നിന്നും ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഇങ്ങനെ വരികയാണ്. വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലെ ഓക്സിജൻ എന്ത് ചെയ്യും? O2 എന്ത് ചെയ്യും? ഓയും ആയിട്ട് മാറും. ഓക്കെ, വിഘടിക്കാണ്. O2 ഈ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് സ്പ്ലിറ്റ് ആവുന്നു, O ആവുന്നു. ആണോ? സെറ്റാണോ? ഓക്കെ, അപ്പൊ ഈ അൾട്രാവയലറ്റ് വികിരണങ്ങൾ വരുന്നു, അന്തരീക്ഷത്തിലുള്ള കുറച്ച് ഓക്സിജൻ O2 എന്താവുന്നു? സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓയും ഓക്സിജൻ ആറ്റങ്ങളായിട്ട് മാറാണ്. ഇനി ഇങ്ങനെ ഉണ്ടായ ഓക്സിജൻ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാം? അപ്പുറത്തുള്ള ഓക്സിജൻ അല്ലെങ്കിൽ O2മായിട്ട് കമ്പൈൻ ചെയ്യുന്നു. കണ്ടോ? ഇങ്ങനെ ഉണ്ടായ ഒരു ഓക്സിജൻ പോയിട്ട് അപ്പുറത്തുള്ള O2മായിട്ട് കമ്പൈൻ ചെയ്യുന്നു, O3 ഉണ്ടാവുന്നു. സെറ്റാണോ? O2 അൾട്രാവയലറ്റ് ആഗിരണം ചെയ്യുന്നു, 2O ആയിട്ട് മാറുന്നു. ദെൻ ഈ ഓക്സിജൻ ആറ്റം മറ്റൊരു ഓക്സിജൻ തന്മാത്രയുമായിട്ട് കൂടി ചേർന്നിട്ട് O3 ആയിട്ട് മാറുന്നു. നെക്സ്റ്റ്, ഓസോൺ O2 വിഘടിച്ച് മറ്റൊരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് O3 ഉണ്ടായി, ഓസോൺ ഉണ്ടായി. ഇനി ഈ ഓസോൺ എന്ത് ചെയ്യുന്ന അറിയാം? ഓസോൺ ഊർജം കുറഞ്ഞ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വീണ്ടും ഓക്സിജൻ ആയിട്ട് മാറുന്നു. ഉണ്ടായ O3 എന്ത് ചെയ്യുന്നു? വീണ്ടും
എന്ത് ചെയ്യാണ്, ഉണ്ടായ O3 വീണ്ടും അൾട്രാ വയലറ്റ് റേഡിയേഷനെ ആഗിരണം ചെയ്യുന്നു, ഊർജം കുറഞ്ഞ അൾട്രാ വയലറ്റ് റേഡിയേഷനെ ആഗിരണം ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും O2 ആയിട്ട് മാറുന്നു. സെറ്റാണോ? അതിനെയാണ് അടുത്തത് പറയുന്നത്. അതായത് ഓസോൺ ഉണ്ടാവുന്നു, ഓസോൺ വീണ്ടും ഓക്സിജൻ ആവുന്നു. ഈ ചാക്രിക പ്രവർത്തനം, അതായത് ഈ ഒരു സൈക്ലിക് പ്രോസസ്, ഈ ചാക്രിക പ്രവർത്തനത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് സ്ഥിരമായി നിലനിൽക്കുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഓസോൺ നമ്മളെ ഈ ഒരു ഹാംഫുൾ ആയിട്ടുള്ള അപകടകാരികളായിട്ടുള്ള അൾട്രാ വയലറ്റിൽ നിന്നും രക്ഷിക്കുന്നത് എന്നാണ് അടുത്തത് കേട്ടോ. ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഈ ഓസോൺ ആവുന്നു O2 ആവുന്നു, ഓസോൺ ആവുന്നു O2 ആവുന്നു, ഇതിനു വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഊർജം ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രവർത്തനത്തിൽ ഊർജത്തിനായി സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനാൽ മാരകമായിട്ടുള്ള ഇത്തരം വികിരണങ്ങൾ അമിതമായി ഭൂമിയിൽ എത്തുന്നില്ല ആണ് വരുന്നത്. നമുക്ക് ആപത്തായിട്ടുള്ള മാരകമായിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയും ഊർജം കൂടിയിട്ടുള്ള ഇത്രയും മാരകമായിട്ടുള്ള വികിരണങ്ങൾ ഭൂമിയിൽ എത്തുന്നില്ല. കാരണം ഇവിടെ ഈ ഒരു പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഊർജമൊക്കെ അവിടെ തന്നെ യൂസ് ചെയ്യാണ് അല്ലേ. അങ്ങനെയാണ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഓസോൺ കാരണം ഇവിടെ എത്താത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിക്കൊരു കുട എന്ന് പറഞ്ഞിട്ട് ഓസോണിനെ വിശേഷിപ്പിക്കുന്നത്. സെറ്റാണോ? ദെൻ ഓസോൺ ഇസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അതായത് ഓസോൺ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് വാതകമാണ്. ഗ്രീൻ ഹൗസ് വാതകങ്ങൾ അറിയാലോ ഒക്കെ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ ഒക്കെ ഗ്രീൻ ഹൗസ് വാതകങ്ങളാണെന്നുള്ളത്. അതുപോലെ ഓസോണും എന്താണ്? ഒരു ഗ്രീൻ ഹൗസ് വാതകമാണ്. നമ്മളുടെ ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള താപം ഉള്ളിൽ തന്നെ നിലനിർത്താൻ സഹായിക്കുന്ന വാതകങ്ങളെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ എന്ന് പറയാം. ഓസോൺ ഒരു ഗ്രീൻ ഹൗസ് വാതകമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് പറയാനുള്ളത് ഓസോൺ പാളിയുടെ ശോഷണം. അപ്പൊ ഓസോൺ പാളി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കേസ് നമുക്ക് അറിയാമായിരുന്നോ? എങ്ങനെയാണ് ഓസോൺ പാളികൾക്ക് ശോഷണം സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. കാർബണാണ്. ഓക്കെ, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുമ്പോൾ ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ ഇവ മൂന്നും അടങ്ങിയിട്ടുള്ള സംയുക്തമാണ്. ഓക്കെ, അന്തരീക്ഷത്തിൽ കലരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിക്കുന്നു. ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ കലർന്ന് സ്ട്രാറ്റോസ്ഫിയറിലെത്തിയിട്ട് സ്വയം വിഘടിക്കുകയാണ്. അപ്പൊ ക്ലോറിനും ഫ്ലൂറിനും കാർബണായിട്ട് മാറും. അതിലുള്ള ക്ലോറിൻ എന്ത് ചെയ്യുന്നറിയോ? ക്ലോറിൻ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിക്കുന്നു. വെറുതെ ഇരിക്കല്ല, ഓസോൺ തന്മാത്ര തന്നെ പോയിട്ട് വിഘടിപ്പിക്കുകയാണ്, എന്നിട്ട് ഓക്സിജൻ ആക്കി മാറ്റുന്നു. അപ്പോൾ അവരവിടെ നല്ലൊരു ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ പോവാണ് അല്ലേ. ഓസോൺ ഉണ്ടാവുന്നു, ഓക്സിജൻ ആവുന്നു, വീണ്ടും ഓസോൺ ഉണ്ടാവുന്നു, ഓക്സിജൻ ആവുന്നു, അങ്ങനെ ഒരു സന്തുലിതാവസ്ഥയിൽ അവരിങ്ങനെ പോവാണ്. അതിന്റെ ഇടയിലാണ് സഹായിക്കാൻ എന്ന് പറഞ്ഞിട്ട് ക്ലോറിൻ അവിടെ ചെന്നിട്ട് ഓക്സിജനെ വിഘടിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അവിടുത്തെ സന്തുലിതത തെറ്റൂലേ? തെറ്റൂ. യെസ്, അവരെ സഹായിച്ചു കഴിഞ്ഞാൽ അവിടെ സ്പീഡായിട്ട് നടക്കും അല്ലേ. ഓസോണിനെ വിഘടിപ്പിച്ചിട്ട് ഓക്സിജൻ ആയിട്ട് മാറും. അപ്പൊ അവിടെ ഓക്സിജൻ ഉണ്ടാകുന്ന പ്രോസസ്സ് സ്പീഡിൽ നടക്കും. ഓക്കെ, അപ്പൊ അവിടുത്തെ സന്തുലിതാവസ്ഥ മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ അതിനെ പറഞ്ഞത് ക്ലോറിൻ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജൻ ആക്കിയിട്ട് മാറ്റുന്നു. ഈ ഓസോൺ ഓക്സിജൻ ചാക്രിക പ്രവാഹത്തെ അസന്തുലിതമാക്കും, സ്പീഡ് കൂട്ടും, അപ്പൊ അസന്തുലിതമാവും. ഓക്കെ, ദെൻ അന്തരീക്ഷത്തിലെ ഓസോണിന് ഉണ്ടാകുന്ന ശോഷണം അൾട്രാ വയലറ്റ് വികിരണങ്ങളുടെ ആഗിരണത്തെ കുറക്കുന്നു. അപ്പൊ അവിടെ ഓസോണിന്റെ ആ ഒരു അസന്തുലിതാവസ്ഥ മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു മാറുന്നതിനെയാണ് നമ്മൾ ഓസോണിന് ഉണ്ടാകുന്ന ശോഷണം എന്ന് പറയുന്നത്. അതെന്തിനു കാരണമാവും? ഈ അൾട്രാ വയലറ്റ് വികിരണങ്ങളുടെ ആഗിരണത്തെ കുറക്കും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് നേരെ എത്തുന്ന എവിടെയാണ്? ഭൂമിയിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് CFC അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് നമ്മളുടെ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത്. അതായത് CFC വിഘടിച്ചിട്ട് സ്ട്രാറ്റോസ്ഫിയറിലെത്തി വിഘടിച്ചിട്ട് അതിലെ ക്ലോറിൻ ഓസോണിനെ വിഘടിപ്പിക്കും. അപ്പോൾ ഓസോൺ ഓക്സിജൻ ചാക്രിക പ്രവാഹത്തെ അല്ലെങ്കിൽ പ്രവർത്തനത്തെ എന്ത് ചെയ്യാണ്? അവിടെ അസന്തുലിതമാക്കുന്നു. അങ്ങനെ അസന്തുലിതമായി കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് വികിരണങ്ങളുടെ ആഗിരണം പൂർണ്ണമായിട്ട് അവിടെ നടക്കൂല.
ഓക്കെ, ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റുകൾ അവിടുന്ന് ആഗിരണം ചെയ്ത് നടക്കൂല. അങ്ങനെ നടക്കാതിരിക്കുമ്പോൾ അത് നേരെ എത്തുന്നത് നമ്മളുടെ ഭൂമിയിലായിരിക്കും. ഇത് അധിക വായനക്കുള്ളതാണ് എങ്കിലും ഇപ്പൊ ഈ ഒരു നമ്മളുടെ ഭൂമിയുടെ സംരക്ഷണ കവചമായിട്ടുള്ള ഓസോണിനെ നശിപ്പിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ, ആരാണ് ആ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ടോ? എവിടുന്നാണ് അത് വരുന്നത്? യെസ്. അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് വെറുതെ എക്സാമിനൊന്നും ചോദിക്കൂല എങ്കിലും ഞാൻ കൊടുത്തതാണ്. ഓക്കെ, ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നീ ആറ്റങ്ങൾ അടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അഥവാ CFC. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവയെ മർദ്ദം ഉപയോഗിച്ച് എളുപ്പത്തിൽ ദ്രവീകരിക്കാൻ കഴിയും. ഓക്കെ, എളുപ്പത്തിൽ നമുക്ക് ദ്രാവകാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും മർദ്ദം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ദ്രവീകരിച്ച ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ബാഷ്പീകരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാകുന്നതിനാൽ റെഫ്രിജറേറ്ററുകൾ, AC മുതലായവയിലും ഇവ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ, ദ്രവീകരിച്ച ക്ലോറോ ഫ്ലൂറോ കാർബൺ ബാഷ്പമാകുന്ന സമയത്ത് നന്നായിട്ട് തണുപ്പുണ്ടാകും. ഓക്കെ, അപ്പൊ ഈ തണുപ്പുണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ റെഫ്രിജറേറ്ററുകളിലും AC-കളിലൊക്കെ ഉപയോഗിച്ചിരുന്നു കുറച്ചു മുന്നേ. ഓക്കെ, ഇനി ഈ ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കുമ്പോൾ ഈ CFC എന്താവുന്നു? പുറത്തു വരുന്നു ആൻഡ് ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓക്കെ, വർക്ക് നമുക്ക് മാറ്റാട്ടോ. അപ്പൊ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ AC-കളിലും ഫ്രിഡ്ജുകളിലൊക്കെ യൂസ് ചെയ്യണം. അപ്പം ഇങ്ങനെ ആവുമ്പോ നമുക്ക് അതൊന്നും യൂസ് ചെയ്യാൻ മനസ്സോട് തോന്നൂലല്ലേ? തോന്നുവോ? അപ്പോ ഈ സംഗതികളൊക്കെ നമുക്ക് റെഫ്രിജറേറ്റർ ഒക്കെ യൂസ് ചെയ്യാൻ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന് പുതിയൊരു മാർഗം കണ്ടെത്താണ് ചെയ്തത്. CFCക്ക് പകരം ക്ലോറിൻ അടങ്ങിയിട്ടില്ലാത്ത സംയുക്തങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു. ഇവയിൽ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ HFC ഉപയോഗിക്കുന്നു. ദെൻ ദ്രവീകരിച്ച ഹൈഡ്രോ കാർബണുകൾ, ലിക്വിഡ് അമോണിയ, ഖര കാർബൺ ഡയോക്സൈഡ്, അത് നമ്മുടെ ഡ്രൈ ഐസ് എന്നിവ ഉൾപ്പെടുന്നു. ഓക്കെ, ദെൻ ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ്? സെപ്റ്റംബർ 16-നാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന അലോഹമാണ് ക്ലോറിൻ. ഓക്കെ, അപ്പോൾ നമുക്കൊക്കെ അറിയാം ബ്ലീച്ചിങ് പൗഡർ അല്ലേ? ബ്ലീച്ചിങ് പൗഡർ നമുക്കൊരു സ്മെല്ല് തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ്, ഒരു കുത്തുന്ന സ്മെല്ലാണ് നമുക്ക് ബ്ലീച്ചിങ് പൗഡറിന് അനുഭവപ്പെടുക. ഓക്കെ, അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഈ ഒരു ഗന്ധത്തിന് കാരണം നമ്മളുടെ ക്ലോറിനാണ്. CaOCl2 ആണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കൽ ഫോർമുല. അതിൽ ക്ലോറിൻ ഉണ്ട് അല്ലേ? ഈ ക്ലോറിനാണ് ഈ ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഈ ഒരു കുത്തുന്ന സ്മെല്ലിന് കാരണം. ഓക്കെ, ദെൻ ക്ലോറിന് ക്രിയാശീലം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ ക്ലോറിൻ കാണപ്പെടുന്നില്ല. ഓക്കെ, ദെൻ ക്ലോറിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അറ്റോമിക നമ്പർ 17, ഇലക്ട്രോൺ വിന്യാസം അപ്പോൾ എത്ര വരും? 2, 8, 7. ഓക്കെ, ദെൻ മാസ് നമ്പർ 35 വരുന്നത്. ഇലക്ട്രോണുകളുടെ എണ്ണം 17 വരിക, കാരണം അറ്റോമിക നമ്പർ 17. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണവും 17 വരിക. ദെൻ ന്യൂട്രോണുകളുടെ എണ്ണം മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ 35 മൈനസ് 17 ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രോണുകളുടെ എണ്ണം 18 കിട്ടും. ദെൻ സംയോജകത, ഇലക്ട്രോൺ വിന്യാസം വരുന്നത് 2, 8, 7. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ നേടാനാണ് ചാൻസ് അല്ലേ? അപ്പോൾ അതിൻ്റെ സംയോജകത എന്ന് പറയുന്നത് 1. ദെൻ മൂലക കുടുംബത്തിൻ്റെ പേര്, അത് 17ാമത്തെ ഗ്രൂപ്പിലാണ് നമ്മളുടെ ക്ലോറിൻ ഉള്ളത്. ആ ഗ്രൂപ്പിൻ്റെ പേര് ഹാലജൻ ഫാമിലി എന്നാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അടുത്തത് ക്ലോറിൻ്റെ നിർമ്മാണമാണ്. അപ്പോൾ ക്ലോറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ ആളുകൾ ആവശ്യമുണ്ട്. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, അടിയിൽ ഉരുണ്ടിട്ടുള്ള ഫ്ലാസ്ക് വേണം. ദെൻ 2 കോണിക്കൽ ഫ്ലാസ്കുകൾ വേണം. ദെൻ ഒരു ജാറ് വേണം. ദെൻ ക്യാരിയിങ് ട്യൂബ്സ് ഉണ്ട്. ദെൻ ഒരു തിസിൽ ഫണലുണ്ട്. ഓക്കെ, ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു അടി ഉരുണ്ടിട്ടുള്ള ഫ്ലാസ്കിൽ നമ്മൾ KMnO4 ഇടുകയാണ്. എന്തിട്ടു? യെസ്, KMnO4 ഇടുകയാണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് തിസിൽ ഫണൽ ഉപയോഗിച്ചിട്ട് കോൺസെൻട്രേറ്റഡ് HCl ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ,
ഇനി ഇപ്പോ KMnO4ഉം കോൺസെൻട്രേറ്റഡ് HClഉം ഈ ഒരു ഫ്ലാസ്കിലുണ്ട്. ഇവരെ നമ്മൾ ഇനി ചൂടാക്കുകയാണ് കേട്ടോ. ചൂടാക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. ചൂടാക്കുമ്പോൾ രാസപ്രവർത്തനം വേഗത്തിൽ നടക്കും. എന്തൊക്കെ ഉണ്ടാവുന്നു? 2KCl 2MnCl2 8H2O + 5Cl2. ഓക്കെ, എത്രയും ആളുകളാണ് അവിടെ ഉണ്ടാവുന്നത്. നമ്മുടെ ഉദ്ദേശം ഫ്ലോറിന്റെ നിർമ്മാണമാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ക്ലോറിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ KMnO4ഉം HClഉം പ്രവർത്തിച്ചിട്ട് KCl MnCl2 H2O 5Cl2 ക്ലോറിനും ഉണ്ടാവുന്നു. ഇനി എന്താ ചെയ്യുന്നത്? ഈ ഉണ്ടായ ആളിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ക്ലോറിൻ എന്ത് ചെയ്യാണ്, ഈ ക്യാരിയിങ് ട്യൂബിലൂടെ നേരെ പോകുന്നത് കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തിട്ടുള്ള H2Oയിലാണ്, അതായത് ജലം. ഇതിൽ ജലമാണ് എടുത്തിട്ടുള്ളത്. ഈ ജലത്തിലൂടെ ക്ലോറിൻ പോവാണ്. ഓക്കെ, ദെൻ പിന്നെ വീണ്ടും അത് ഈ ഒരു ക്യാരിയിങ് ട്യൂബിലൂടെ നേരെ പോകുന്നത് അടുത്ത കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തിട്ടുള്ളത് H2SO4 ആണ്, സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, അങ്ങനെ സൾഫ്യൂരിക് ആസിഡിലൂടെ പോകുന്നു. എന്നിട്ട് വീണ്ടും ലാസ്റ്റ് ക്ലോറിൻ എന്ത് ചെയ്യുന്നു, ജാറിലെത്തുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാപ്പോ അങ്ങനെയൊക്കെ ഒരു H2Oയിലൂടെ കടത്തിവിടുന്നു, ദെൻ ഒരു സൾഫ്യൂരിക് ആസിഡ് H2SO4ലൂടെ കടത്തിവിടുന്നു, എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ലഭിച്ച ക്ലോറിൻ വാതകം ജലത്തിലൂടെയും സൾഫ്യൂരിക് ആസിഡിലൂടെയും കടത്തിവിട്ടതിന് ശേഷമാണ് ജാറിൽ ശേഖരിക്കുന്നത്. എന്തായിരിക്കാം കാരണം, അല്ലെങ്കിൽ എന്തിനായിരിക്കാം ഇത് ചെയ്യുന്നത്? അതിനുള്ള ആൻസർ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ക്ലോറിൻ വാതകത്തിനോടൊപ്പം വളരെ കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം കൂടി പുറത്തേക്ക് വരുന്നു. അതായത് ഇവിടെ ക്ലോറിൻ ഉണ്ടാവുന്നുണ്ട്. ഈ ക്ലോറിൻ ആണ് ഇതിലൂടെ പോകുന്നത്. ഓക്കെ, മുകളിൽ ഉയരുന്നത്. അപ്പോൾ ഈ ക്ലോറിന്റെ കൂടെ നമ്മളുടെ കോൺസെൻട്രേറ്റഡ് HClന്റെ ബാഷ്പരൂപം എന്തുണ്ടാവും, ഈ ക്ലോറിന്റെ കൂടെ ഉണ്ടായിരിക്കും കുറച്ച്. ഓക്കെ, ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ബാഷ്പം കുറച്ച് നമ്മളുടെ ക്ലോറിന്റെ കൂടെ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ജലത്തിലൂടെ നമ്മൾ ഇതിനെ കടത്തിവിടും. ഈ ക്ലോറിന്റെ കൂടെ ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മൾ ജലത്തിലൂടെ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം എന്ത് ചെയ്യുന്നു, ഈ വെള്ളത്തിൽ ലയിക്കുന്നു. ഓക്കെ ആണോ? അപ്പോ ക്ലോറിന്റെ കൂടെ ഹൈഡ്രജൻ ക്ലോറൈഡ് ബാഷ്പം കൂടെ ഉണ്ടാവും. അത് വെള്ളത്തിലൂടെ കടത്തിവിടുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് വെള്ളത്തിൽ ലയിക്കുന്നു. നെക്സ്റ്റ് നേരെ പോകുന്നത് H2SO4ലേക്കാണ് അല്ലെ, സൾഫ്യൂരിക് ആസിഡിലേക്കാണ് കൊണ്ടുപോകുന്നത്. ക്ലോറിൻ വാതകത്തോടൊപ്പം പുറത്തേക്ക് വരുന്ന ജലബാഷ്പത്തെ ജലത്തിലൂടെ കടത്തിവിടുമ്പോൾ ക്ലോറിന്റെ കൂടെ എന്തുണ്ടാവും, കുറച്ച് ജലബാഷ്പം പോന്നിട്ടുണ്ടാവും. ഈ ജലബാഷ്പത്തെ നീക്കം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നു. സൾഫ്യൂരിക് ആസിഡ് ജലത്തിനോട് മായ്ച്ചളഞ്ഞോളും. ഓക്കെ, അപ്പോ ക്ലോറിന്റെ കൂടെ വന്നിട്ടുള്ള ജലത്തിൽ മുങ്ങിപ്പോയപ്പോ, നമ്മളൊക്കെ വെള്ളത്തിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ക്ലോറിൻ എന്ന വെള്ളത്തിൽ മുങ്ങി പോകുമ്പോൾ ക്ലോറിന്റെ കൂടെ കുറച്ച് ജലബാഷ്പങ്ങളും കൂടെ ഉണ്ടാവും. അപ്പൊ ഈ ബാഷ്പത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഗാഢ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നു. അപ്പോ ലാസ്റ്റ് എന്തായി, ക്ലോറിനെ മാത്രം നമുക്ക് ജാറിൽ ശേഖരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ക്ലോറിന്റെ ഭൗതിക ഗുണങ്ങൾ. ഓക്കെ, വായിച്ചേ. എന്തൊക്കെയാണ് ക്ലോറിന്റെ ഭൗതിക ഗുണങ്ങൾ വരുന്നത്? പച്ച കലർന്ന മഞ്ഞ നിറം, രൂക്ഷഗന്ധം, വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് നമ്മളുടെ ക്ലോറിന്. ഓക്കെ, നെക്സ്റ്റ് ക്ലോറിന്റെ ബ്ലീച്ചിങ് പ്രവർത്തനം. നമ്മളൊക്കെ വീട്ടിൽ ക്ലോറക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ആണോ? അല്ലെങ്കിൽ ഉപ്പ. ഓക്കെ, ക്ലോറക്സ് യൂസ് ചെയ്യും. യെസ്, വൈറ്റ് ഡ്രസ്സിനൊക്കെയാണ്, വൈറ്റിനാണ് നമ്മൾ സാധാരണ ക്ലോറക്സ് യൂസ് ചെയ്യുക. വൈറ്റ് അല്ലെങ്കിൽ കളേർഡ് ഡ്രസ്സിനൊക്കെ കളറുള്ള ഡ്രസ്സിനൊക്കെ നമ്മൾ ക്ലോറക്സ് യൂസ് ചെയ്ത് എന്തുണ്ടാവും, ഇതുപോലെ ആവും അല്ലേ, അതിന്റെ കളറൊക്കെ പോയിക്കോളും. ഓക്കെ, അപ്പൊ കളർ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്ലോറക്സ് ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ വൈറ്റ് ആകുമ്പോൾ കളർ പോയാലും അറിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കാം നമ്മള് ക്ലോറിന്റെ ബ്ലീച്ചിങ് പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ക്ലോറിൻ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണം ചെയ്യാണ് കേട്ടോ. ക്ലോറിൻ വാതകം നിറച്ച 2 ജാറുകൾ എടുക്കുക. 2 ജാറിൽ നമ്മൾ ക്ലോറിൻ വാതകം നിറക്കുന്നു. എന്നിട്ട് ഒരു നിറമുള്ള തുണിക്കഷ്ണം എടുക്കുന്നു, അതിനെ 2 കഷ്ണങ്ങളാക്കുന്നു. ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ മുക്കിയിട്ട് ഈർപ്പമുള്ളതാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ 2 ജാറുകളിൽ ഒന്നില് ഡ്രൈ ആയിട്ടുള്ള നനവില്ലാത്ത തുണി ഇടുന്നു, ഈർപ്പമില്ലാത്ത തുണി ഒരു ജാറിലും രണ്ടാമത്തെ ജാറില് ഈർപ്പത്തോട് കൂടിയ തുണിയും ഇടുന്നു. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് കാണാൻ പറ്റും, നനവ്
ഉണ്ടായ തുണിയിലാണ് എന്തുണ്ടാവുക, കളർ മങ്ങിയിട്ടുണ്ടാവുക, കളർ ഫെയ്ഡായി പോയിട്ടുണ്ടാവും, കളർ പോയിട്ടുണ്ടാവും. എന്നാൽ നനവില്ലാത്ത തുണിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ക്ലോറിൻ ബ്ലീച്ചിങ് പ്രവർത്തനം നടത്തുന്നത് നോക്കാം. ജലം അതായത് നനവുള്ള തുണിയിലാണല്ലോ പോയത്. അപ്പൊ നോക്കിക്കേ, അതിലെ ജലം ക്ലോറിനുമായി പ്രവർത്തിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാവുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാകുന്നു. ഹൈപ്പോക്ലോറസ് ആസിഡിന് സ്ഥിരത കുറവാണ്. ഹൈപ്പോക്ലോറസ് ആസിഡ് നമ്മൾ HOCl കേട്ടോ, അതിന് സ്ഥിരത കുറവാണ്, അത് പെട്ടെന്ന് വിഘടിക്കും. സ്ഥിരത കുറവായതിനാൽ അത് വിഘടിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും നവജാത ഓക്സിജനും, നവജാത ഓക്സിജൻ എന്ന് പറയുമ്പോൾ നെയ്സന്റ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് പെട്ടെന്ന് ഉണ്ടായ ഓക്സിജൻ, അതിനാണ് നമ്മൾ നവജാത ശിശു എന്നൊക്കെ പറയില്ല നമ്മള്, പെട്ടെന്നല്ല ഉണ്ടായ കുട്ടികളെ. ഓക്കെ, അപ്പൊ ഈ നവജാത ഓക്സിജനും ഉണ്ടാവുന്നു. ഏതൊക്കെ ഉണ്ടാകുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡും നവജാത ഓക്സിജനും ഉണ്ടാവുന്നു. നവജാത ഓക്സിജൻ ശക്തിയേറിയ ഒരു ഓക്സികാരിയായി പ്രവർത്തിച്ച് നിറമുള്ള പദാർത്ഥങ്ങളെ നിറമില്ലാത്ത പദാർത്ഥങ്ങളാക്കി മാറ്റുന്നു. അപ്പൊ അവിടെ അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, H2Oയും Cl2 കമ്പൈൻ ചെയ്തിട്ട് HClഉം HOCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാകുന്നു. ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്നത് സ്ഥിരത കുറവായിട്ടുള്ള, പെട്ടെന്ന് വിഘടിക്കും. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് അല്ലെങ്കിൽ HOCl എന്തായിട്ട് പെട്ടെന്ന് HClഉം പിന്നെ പുതിയ ഓക്സിജനും നവജാത ഓക്സിജനുമായിട്ട് മാറുന്നു. നവജാത ഓക്സിജൻ ശക്തിയേറിയ ഒരു ഓക്സികാരിയായിട്ട് പ്രവർത്തിച്ച് നിറമുള്ള തുണികൾ എന്ത് ചെയ്യുന്നു, നിറമില്ലാത്തതാക്കി മാറ്റുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് ക്ലോറക്സിന്റെ ബ്ലീച്ചിങ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോറക്സ് അല്ല കേട്ടോ, ക്ലോറിന്റെ ബ്ലീച്ചിങ് പ്രവർത്തനം. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ ക്ലോറക്സ് കൊണ്ട് എന്ത് നടക്കുന്നത്, ഈ ഒരു വസ്ത്രത്തിന്റെ നിറമൊക്കെ പോകുന്നത് അവിടെ ക്ലോറിന്റെ ബ്ലീച്ചിങ് പ്രവർത്തനം നടക്കുന്നത് കൊണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് ബ്ലീച്ചിങ് പൗഡറിന്റെ നിർമ്മാണം. അപ്പൊ എങ്ങനെയാണ്, ഈർപ്പരഹിതമായ കുമ്മായ പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്. ബ്ലീച്ചിങ് പൗഡർ CaOCl2. ഓക്കെ, അപ്പം കുമ്മായപ്പൊടി, ഓക്കെ, ഈർപ്പരഹിതമായിട്ടുള്ള കുമ്മായപ്പൊടി, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതിലൂടെ ഈർപ്പരഹിതമായിട്ടുള്ള ക്ലോറിൻ കടത്തിവിടുന്നു. അങ്ങനെ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാവുന്നു, CaOCl2 ഉണ്ടാവുന്നു, CaCl2 ഉണ്ടാവുന്നു, H2O വാട്ടറും ഉണ്ടാവുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ക്ലോറിന്റെ ഉപയോഗങ്ങളാണ്. ബ്ലീച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ദെൻ ആന്റിസെപ്റ്റിക്, കീടനാശിനികൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ആന്റിസെപ്റ്റിക് നമുക്കറിയാം, വോൺസ് ഒക്കെ മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തുടക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ആന്റിസെപ്റ്റിക്കും കീടനാശിനികളും ഒക്കെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. ആന്റിസെപ്റ്റിക് പോലെ തന്നെ അണുനാശിനിയായിട്ടും ക്ലോറിൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്ലോറിന്റെ അവസാനത്തെ ടോപ്പിക്കാണ് ക്ലോറൈഡ് ലവണങ്ങൾ തിരിച്ചറിയുന്ന വിധം. ഓക്കെ, ക്ലോറൈഡ് ലവണങ്ങൾ തന്നാൽ ഇത് ക്ലോറൈഡ് ലവണമാണ് നമ്മൾ എങ്ങനെ തിരിച്ചറിയും എന്നാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്ലോറൈഡ് ലവണം എടുക്കുകയാണ്. അതാണ് നമ്മളുടെ സോഡിയം ക്ലോറൈഡ് ലായനി, നമ്മളുടെ ഉപ്പ് ലായനി. നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു പരീക്ഷണമാണ്, നമുക്ക് പരിചയമുള്ള പരീക്ഷണമാണ്. 2 ml സോഡിയം ക്ലോറൈഡ് ലായനി ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. അതിലേക്ക് നമ്മൾ 2-3 തുള്ളി സിൽവർ നൈട്രേറ്റ് ലായനി ചേർക്കുന്നു. എന്താണ് നിഗമനം, നമ്മൾ ചെയ്തതാണ് അല്ലെ, NaCl + AgNO3 സിൽവർ നൈട്രേറ്റും ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ AgCl ഉണ്ടാവുന്നു, NaNO3 ഉണ്ടാവുന്നു. നമ്മൾ ദ്വിവിഘടന രാസപ്രവർത്തനത്തിൽ പഠിച്ച എക്സാമ്പിൾ ആണിത്. ഓക്കെ, NaClഉം AgNO3 പ്രവർത്തിച്ച് AgClഉം NaNO3 ആയിട്ട് മാറുന്നു. AgCl എന്ന് പറയുന്നത് ഒരു അവക്ഷിപ്തമായിരിക്കും. AgCl എന്ന് പറയുന്നത് ഒരു അവക്ഷിപ്തമായിരിക്കും. ഓക്കെ, അപ്പൊ അവക്ഷിപ്തം നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്ലോറൈഡ് ലായനി തരുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ AgNO3 ചേർക്കുന്നു, അപ്പൊ നമുക്കൊരു അവക്ഷിപ്തം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അതില് ക്ലോറിൻ ഉണ്ട് എന്നുള്ളൊരു സൂചന, ഇതല്ലെങ്കിൽ ക്ലോറൈഡ് ലവണമാണ് എന്നുള്ളൊരു സൂചന. ദെൻ ലഭിക്കുന്ന കട്ടിയുള്ള വെളുത്ത അവക്ഷിപ്തത്തിലേക്ക് സിൽവർ ക്ലോറൈഡ്, അതായത് ഈ ഒരു അവക്ഷിപ്തമാണ് സിൽവർ ക്ലോറൈഡ്. ഈ സിൽവർ ക്ലോറൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി NH4OH ലായനി ചേർക്കുന്നു. അവക്ഷിപ്തത്തിന് എന്താണ് സംഭവിക്കുന്നത് നോക്കുക. അവക്ഷിപ്തം അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ലയിക്കുന്നുണ്ട് എങ്കിൽ അത് ക്ലോറൈഡ് ലവണമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
ഇപ്പോൾ ഒരു ലയന് തന്നു കഴിഞ്ഞാൽ അതിൽ ക്ലോറൈഡ് ലവണം ഉണ്ടോ എന്ന് നമുക്കറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് AgNO3 ആഡ് ചെയ്യും. AgNO3 ആഡ് ചെയ്യുമ്പോൾ ഒരു അവക്ഷിപ്തം കിട്ടുകയാണ് നമുക്ക്. ഓക്കെ, ഇനി കിട്ടിയ അവക്ഷിപ്തത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി NH4OH ലായനി ചേർക്കുന്നു. NH4OH ലായനിയിൽ അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ഈ അവക്ഷിപ്തം ലയിക്കുന്നുണ്ട് എങ്കിൽ അതിലൊരു ക്ലോറൈഡ് ലവണമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. സെറ്റാണോ?